ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ഡേവിഡ് പി ഐസക് ഗുജറാത്ത് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. വേഗം വരാം ഞാൻ വീടങ്ങൊരുക്കി, വേഗം വരാം ഞാൻ, വേഗം വരാം ഞാൻ വീടങ്ങൊരുക്കി. ഓ എന്നോ നീ അരുളി ചെയ്ത പോൽ വരുവാൻ, എന്നോ നീ അരുളി ചെയ്ത പോൽ വരുവാൻ താമസമാമോ നാഥ വരാന ഈ ഭൂവാസമോർത്താലയ്യോ പ്രയാസം താമസമാമോ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാതവന്ദനം അറിയിക്കുകയാണ്. ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് 1 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണ്. 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. മകനെ തിമോത്തിയോസെ, നിന്നെക്കുറിച്ച് മുൻപുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഹുമനിയോസും അലക്സന്തരും ഈ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിക്കുവാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ ഈ അധ്യായം, ഈ പുസ്തകം പഠിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചിരുന്നു 6 മേഖലകളെ സ്പർശിക്കുന്ന, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ 6 മേഖലകളെ സ്പർശിക്കുന്നതായ ചിന്തകളാണ് 6 അധ്യായങ്ങളിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നത്. ഒന്ന്, നമ്മുടെ പേഴ്സണൽ ലൈഫ്, നമ്മുടെ വ്യക്തിപരമായ ജീവിതം. ആ വ്യക്തിപരമായ ജീവിതത്തെ സ്പർശിക്കുന്ന ഭാഗമാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. അത് 1-ാം അധ്യായമാണ്. 2-ാം അധ്യായം നാം പഠിക്കുമ്പോൾ നമ്മുടെ മോറൽ ലൈഫ്, നമ്മുടെ ധാർമ്മിക ജീവിതത്തെക്കുറിച്ചുള്ളതായ കാര്യമാണ്. 3-ാം അധ്യായം നമ്മുടെ കുടുംബജീവിതം അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ലൈഫിനെ കുറിച്ചാണ്. 4-ാമത്തെ അധ്യായം നമ്മുടെ അസംബ്ലി ലൈഫ്, നമ്മുടെ സഭാജീവിതത്തെക്കുറിച്ചാണ്. 5-ാം അധ്യായം സോഷ്യൽ ലൈഫ്, സാമൂഹിക ജീവിതത്തെക്കുറിച്ചാണ്. 6-ാമത്തെ അധ്യായം നമ്മുടെ ബിസിനസ് ലൈഫ്, നാം വ്യാപാര കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ധനത്തിൻ്റെതായ ചില ആവശ്യമുണ്ട്. ധനം എങ്ങനെ ക്രയം ചെയ്യണം, അത് മുഖാന്തരം ഉണ്ടാകുന്ന ക്രമക്കേടുകൾ ഉണ്ടായാൽ അത് മുഖാന്തരം ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഇത്യാദി കാര്യങ്ങൾ ബിസിനസ്സിനോടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കണം. അതുപോലെ ഒരു വിശ്വാസി ഈ കാര്യങ്ങൾ, ധനപരമായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ജീവിച്ചില്ല എങ്കിൽ ഗുരുതരമായ പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിന് പൗലൂസ് തിമോത്തിയോസിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ്. ആ നിലയിൽ നമ്മുടെ പേഴ്സണൽ ലൈഫ്, നമ്മുടെ മോറൽ ലൈഫ്, നമ്മുടെ ഡൊമസ്റ്റിക് ലൈഫ്, നമ്മുടെ അസംബ്ലി ലൈഫ്, നമ്മുടെ സോഷ്യൽ ലൈഫ്, നമ്മുടെ ബിസിനസ് ലൈഫ്, ഇങ്ങനെ 6 കാര്യങ്ങൾ, 6 മേഖലകൾ സ്പർശിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളാണ് ഈ 6 അധ്യായങ്ങളിലൂടെ തിമോത്തിയോസിൻ്റെ ഒന്നാം പുസ്തകം 6 അധ്യായങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ സഭയിൽ ചില അച്ചടക്ക നടപടികളൊക്കെ ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പുതിയ നിയമസഭയ്ക്കൊരു അച്ചടക്ക നടപടികളുണ്ടല്ലോ. കാരണം സകലവും ക്രമമായും ചന്തമായും ഉചിതമായിട്ട് നടക്കണമെന്ന് പൗലോസ് തൻ്റെ ലേഖനത്തിൽ പലയിടത്തും അത് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ വിളിയെക്കുറിച്ചുള്ള ഏറിയ നിശ്ചയവും ഉറപ്പും ഉള്ളവർക്ക് മാത്രമേ ശരിയായി സഭയെ ഭരിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് പൗലൂസ് തിമോത്തിയോസിനോട് ഓർപ്പിക്കുന്നത് എന്നുള്ള കാര്യമാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. ഈ ഭാഗത്ത് ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് മനസ്സിലാക്കി പോകേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഓർപ്പിക്കുകയാണ്. അതിന് ഉദാഹരണം താഴെ ഒരു നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞതായ 2 പേരെക്കുറിച്ച് ഓർപ്പിക്കുകയാണ്. അപ്പോൾ അവരുടെ മനസാക്ഷി അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയതിൻ്റെ കാരണം
അവർ കാത്തു സൂക്ഷിക്കേണ്ട 3 കാര്യങ്ങളിൽ അവർ എന്ത് ചെയ്തു? അവർ വീഴ്ച വരുത്തി. ആ കാര്യങ്ങൾ പൗലൂസ് തിമോഥെയോസിനെ ഓർപ്പിക്കുകയാണ്. മകനെ, നിന്നെക്കുറിച്ചുള്ളതായ ആ ഒരു നേരത്തെയുള്ളതായ ഒരു പ്രവചനം, ആ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം നീ എന്ത് ചെയ്യണം? ഈ ആജ്ഞ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. നീ വിശ്വാസവും നല്ല മനസാക്ഷിയുള്ളവനായിട്ട് എന്ത് ചെയ്യണം? അത് സൂക്ഷിച്ചു കൊള്ളണം. അല്ലെങ്കിൽ നല്ല മനസാക്ഷിയുള്ളവനായി അനുസരിച്ച് ഒരു നല്ല യുദ്ധസേവ ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പോൾ ജീവിതം ഒരു യുദ്ധസേവയാണ്. മനുഷ്യൻ പടയാളിയും ദൈവം സേനാനായകനുമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഒരു പടയാളി എന്ന നിലയിൽ വിശ്രമത്തിന് ഇടവേളയില്ലാത്ത പോരാട്ട ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്നുള്ളത് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 17 ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ആ വേദഭാഗങ്ങൾ പഠിക്കുന്ന ഒരു വേദ പഠിതാവിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം, നാം ഒരു പടയാളി എന്ന നിലയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോകണം. അത് ക്രിസ്തീയ ശുശ്രൂഷ ഒരു യുദ്ധസേവയ്ക്ക് സമാനമായിട്ട് പൗലൂസ് തിമോഥെയോസ് പറയുകയാണ്, നീ ഒരു ശുശ്രൂഷകനാണ്, ഒരു പടയാളിയാണ്. അതുകൊണ്ട് അതിനനുസരിച്ച് നീ എന്ത് ചെയ്യണം? യുദ്ധസേവ ചെയ്ത് മുൻപോട്ട് പോകണം എന്ന് പറയുകയാണ്. അപ്പോൾ ഒരു ശുശ്രൂഷയെ സംബന്ധിച്ചൊരു പടയാളി എന്ന നിലയിൽ അവൻ്റെ ക്യാപ്റ്റൻ, അവൻ്റെ സേനാനായകൻ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അവൻ്റെ സേനാനായകൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മുടെ ക്രിസ്തുവിനെ ക്യാപ്റ്റൻ എന്നാണ് രേഖപ്പെടുത്തി തന്നിരിക്കുന്നത്. ഒന്നാമതായിട്ട് അവൻ രക്ഷാനായകൻ എന്നാണ് എബ്രായ ലേഖന കർത്താവ് നമുക്ക് എഴുതി തന്നിരിക്കുന്നത്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നത്, രക്ഷാനായകൻ അനേകം കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കഷ്ടാനുഭവങ്ങളെ തികഞ്ഞ് രക്ഷാനായകനായി തീർന്നിരിക്കുന്നു. ഒരു പടയാളിയെ സംബന്ധിച്ചും പടയാളി ചിലപ്പോൾ ഈ നിലയുള്ളതായ കഷ്ടനഷ്ട ശോധനകളിലൂടെ എല്ലാം കടന്നു പോകേണ്ടതായിട്ടുണ്ട്. പ്രതികൂലങ്ങൾ തരണം ചെയ്തു പോകേണ്ടവനാണ് എന്നുള്ള കാര്യം കൂടെ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിലൂടെ പൗലൂസ് തിമോഥെയോസിനെ ഓർമ്മിക്കുകയാണ്. മാത്രമല്ല, രണ്ടാമതായിട്ട് നാം ഈ എബ്രായ ലേഖനം പഠിക്കുന്ന ഒരു വേദപഠിതാവിനെ സംബന്ധിച്ച് അവൻ വിശ്വാസത്തിൻ്റെ നായകനാണ് എന്നെഴുതിയിട്ടുണ്ട് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ. അതുകൊണ്ട് 12-ാം അധ്യായത്തിൽ വിശ്വാസത്തിൻ്റെ നായകന് പൂർത്തി വരുത്തുവാൻ യേശുവിനെ നോക്കുക. മൂന്നാമതായിട്ട് ജീവനായകൻ എന്ന അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ജീവനായകനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ ആയിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ രക്ഷാനായകനാണ്, വിശ്വാസത്തിൻ്റെ നായകനാണ്, ജീവനായകനാണ്. എബ്രായ ലേഖനം 2:10 വിശ്വാസത്തിൻ്റെ നായകൻ. എബ്രായർ 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ജീവനായകൻ. പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. ഈ ശ്രേഷ്ഠ നായകൻ്റെ കൊടിക്കീഴിൽ നിന്നാലേ യുദ്ധം വിജയിക്കുകയുള്ളൂ. അതുകൊണ്ട് വിശ്വാസം വളരെ ആവശ്യമാണ്, നല്ല മനസാക്ഷി ആവശ്യമാണ്. അപ്പോൾ വിശ്വാസവും നല്ല മനസാക്ഷിയും ഫലപ്രദമായ യുദ്ധസേവയ്ക്ക് അഭിവാജ്യ ഘടകമാണ്. ഞാനും നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് അവന് നല്ലൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. നല്ല വിശ്വാസം ഉണ്ടായെങ്കിൽ മാത്രമേ നന്നായിട്ട് അവന് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നല്ല വിശ്വാസത്തിൻ്റെ ഉടമയായിരിക്കണം, നല്ല മനസാക്ഷിയുള്ളവനായിരിക്കണം എന്ന് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ വിശ്വാസവും നല്ല മനസാക്ഷിയും നിനക്കുണ്ടായിരിക്കണം എന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പിക്കുകയാണ്. കാരണം വിവിധ ഇതിലുള്ള മനസാക്ഷികളെക്കുറിച്ച് തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന മനസാക്ഷിയുടെ ആക്ഷേപ നിമിത്തം. അത് പല നിലയുള്ള മനസാക്ഷിയുണ്ട്. അപ്പോൾ മനസാക്ഷിയുടെ ആക്ഷേപ നിമിത്തം കല്ലെറിയാൻ വന്നവരെന്ത് ചെയ്തു? അവർ മടങ്ങിപ്പോവാനിടയായി. അതുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതൽ, ഒരു ദൈവദാസ് നല്ല മനസാക്ഷിയുടെ ഉടമയായിരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് പൗലൂസിനെ പോലെ ദൈവം മുമ്പാകെയും മനുഷ്യൻ മുമ്പാകെയും കുറ്റമില്ലാത്ത മനസാക്ഷി നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. ശുശ്രൂഷകന്മാർ വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണമെന്ന് പ്രവൃത്തികളുടെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യവും
1 തിമോത്തി 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞ് പോയാൽ വിശ്വാസ ജീവിതം തകർന്നു പോകും. ദൈവം വെച്ചാൽ അടുത്ത ദിവസങ്ങൾ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കട്ടെ. കർത്താവ് ചിന്തകളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. അവൻ്റെ വലിയൊരു നാമം ഇന്നുപോലെ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.